കേരളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മുൻനിര സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനമായ ഫെഡറൽ ബാങ്കിന്റെ ഓഹരിയിൽ വൻഇടിവ്. ചൊവ്വാഴ്ച വ്യാപാരത്തിന് തുടക്കത്തിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ 2% നഷ്ടമാണ് ഈ മിഡ് ക്യാപ് ഓഹരിയിൽ നേരിട്ടതെങ്കിലും വ്യാപാരം പുരോഗമിക്കെ വിൽപ്പന സമ്മർദ്ദം കനക്കുകയും 7% ഇടിയുകയും ചെയ്തു. തിങ്കളാഴ്ച 191 രൂപയിൽ ക്ലോസ് ചെയ്ത ഫെഡറൽ ബാങ്ക് ഓഹരി ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനിടെ 178 രൂപയിലേക്ക് വരെ താഴ്ന്നുവെന്ന് സാരം. കഴിഞ്ഞ ദിവസം ബാങ്കിന്റെ ഡിസംബർ സാമ്പത്തിക പാദത്തിലെ പ്രവർത്തനഫലം പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിൽ ഫെഡറൽ ബാങ്ക് ഓഹരിയിൽ തിരിച്ചടി നേരിടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഫെഡറൽ ബാങ്ക് ഓഹരിക്ക് നേരിടുന്ന തിരിച്ചടിയുടെ കാരണങ്ങളും പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ ഓഹരിയെക്കുറിച്ച് നടത്തിയ വിശകലനങ്ങളും സമീപഭാവിയിലേക്കുള്ള സാധ്യതകളും പങ്കുവച്ചതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ത്രൈമാസ കാലയളവിലെ പ്രവർത്തനഫലം നിരാശപ്പെടുത്തിയതാണ് ഫെഡറൽ ബാങ്കിന് തിരിച്ചടിയായത്. ഡിസംബർ പാദത്തിൽ ബാങ്കിന്റെ അറ്റാദായത്തിൽ 5% കുറവുണ്ടായി. കഴിഞ്ഞ വർഷം സമാന പാദത്തിൽ കൈവരിച്ച 1007 കോടി രൂപയുടെ അറ്റാദായം ഇത്തവണ 955 കോടി രൂപയെ താഴ്ന്നു. അതേസമയം ഫെഡറൽ ബാങ്കിന്റെ അറ്റ പലിശ വരുമാനം വാർഷികമായി 14% വർധനയോടെ 2431 കോടി രൂപയുമായി ഉയർന്നു. അതേസമയം ഭാവിയിൽ കിട്ടാക്കടമാകാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിൽ ഫെഡറൽ ബാങ്ക് നീക്കിവെച്ച പ്രൊവിഷനിംഗ് തുക അഥവാ ആക്സലറേറ്റഡ് പ്രൊവിഷൻസ് 292 കോടി രൂപയെ വർദ്ധിച്ചു. കഴിഞ്ഞ വർഷം സമാന കാലയളവിൽ ബാങ്ക് പ്രൊവിഷൻ തുകയെ നീക്കിവെച്ചത് 91 കോടി രൂപ മാത്രമായിരുന്നു. അതേപോലെ ഫെഡറൽ ബാങ്കിന്റെ പ്രൊവിഷനിംഗ് കവറേജ് റേഷ്യോ 71.08% നിന്നും 74.21% വർദ്ധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഡിസംബർ പാദത്തിൽ ബാങ്കിന്റെ അറ്റ നിഷ്ക്രിയ ആസ്തി അഥവാ നെറ്റ് NPA 1131 കോടി രൂപയെ താഴ്ന്നിട്ടുണ്ടെന്നും ശ്രദ്ധേയം. ചുരുക്കത്തിൽ ആക്സലറേറ്റഡ് പ്രൊവിഷൻസ് വർദ്ധിച്ചത് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള കരുതൽ നടപടിയുടെ ഭാഗമാണെന്ന് പറയാമെങ്കിലും വിപണിയെ സംബന്ധിച്ചത് അപ്രതീക്ഷിതമായതാണ് ഫെഡറൽ ബാങ്ക് ഓഹരിക്ക് തിരിച്ചടിയായത്. വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ JP മോർഗൻ നിക്ഷേപം പരിഗണിക്കാമെന്ന നിർദ്ദേശത്തോടെയുള്ള ബൈ റേറ്റിംഗ് ഫെഡറൽ ബാങ്ക് ഓഹരിയിൽ നിലനിർത്തിയിട്ടുണ്ട്. സമീപഭാവിയിലേക്കുള്ള ഓഹരിയുടെ ലക്ഷ്യവില 215 രൂപയാണ് JP മോർഗനിലെ അനലിസ്റ്റുകൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ബാങ്കിന്റെ ബിസിനസ് പ്രകടനം പ്രതീക്ഷിക്കത്ത് ഉയർന്നിട്ടുണ്ട്. എന്നാൽ കിട്ടാക്കടത്തിനായുള്ള പ്രൊവിഷനിംഗ് തുക ഉയർന്നത് മൊത്തം പാദഫലത്തെ ബാധിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രവർത്തന ഫലത്തെ സംബന്ധിച്ച് ഫെഡറൽ ബാങ്കിന്റെ അനുമാനം താഴ്ത്തേണ്ടി വന്നേക്കാമെങ്കിലും അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള അനുമാനം പ്രധാനമായും ബാങ്കിന്റെ പുതിയ CEO നടപ്പാക്കുന്ന ബിസിനസ് തന്ത്രങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നും JP മോർഗന്റെ റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതേപോലെ മറ്റൊരു വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ UBSം ഫെഡറൽ ബാങ്ക് ഓഹരിക്ക് ബൈ റേറ്റിംഗ് നിലനിർത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സമീപഭാവിയിലേക്ക് നേരത്തെ നിർദ്ദേശിച്ചിരുന്ന ബാങ്ക് ഓഹരിയുടെ ലക്ഷ്യവില 250 രൂപ നിലവാരത്തിൽ നിന്നും 235 രൂപയിലേക്ക് താഴ്ത്തി നിശ്ചയിച്ചു. ഫെഡറൽ ബാങ്കിന്റെ ത്രൈമാസ കാലയളവിലെ അറ്റാദായം പ്രതീക്ഷിക്കത്ത് ഉയർന്നിട്ടില്ല. മുഖ്യമായും കിട്ടാക്കടത്തിനായുള്ള പ്രൊവിഷൻസ് തുക വർദ്ധിച്ചതാണ് തിരിച്ചടിയായതെന്നും നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബിസിനസ് സംബന്ധിച്ച ബാങ്കിന്റെ അനുമാനം താഴ്ത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും UBS പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഫെഡറൽ ബാങ്ക് ഓഹരിയെ സംബന്ധിച്ച അഭിപ്രായങ്ങൾ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ പങ്കുവച്ചാണ്. ഇതിൽ ടൈംസ് ഇന്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക. നിക്ഷേപ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് SEBI അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈറ്റിമേലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.